Hello everyone. 40,000-ഓളം വേക്കൻസീസുമായി വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ SSC GD കോൺസ്റ്റബിൾ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ എല്ലാവരും കണ്ടതാണ്. സോ ആ എക്സാമിനേഷൻ നമ്മുടെ ജനുവരി ഫെബ്രുവരി 2025 നടക്കാനായിട്ടും പോവുകയാണ്. അപ്പോൾ ഈ എക്സാമിനേഷന് വേണ്ടിയിട്ട് നമ്മളൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസ് തുടങ്ങിയ കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മുടെ ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസ് ഫോർ SSC GD കോൺസ്റ്റബിൾ എക്സാമിനേഷൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. സോ നമ്മൾ ഈ സെഷനിൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിലെ രണ്ടാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ വരുന്ന എക്സാമിൽ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഇതാണ് ഇന്നത്തെ നമ്മുടെ സെഷനിലെ ഒന്നാമത്തെ ചോദ്യം. സെലക്ട് ദി കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സ് ദാറ്റ് വെൻ സീക്വൻഷ്യലി പ്ലേസ്ഡ് ഇൻ ദി ബ്ലാങ്ക്സ് ഓഫ് ദി ഗിവൻ സീരീസ് വിൽ കംപ്ലീറ്റ് ദ സീരീസ്. അപ്പോൾ ഈ തന്നിരിക്കുന്നത് ഒരു ആൽഫബറ്റ് സീരീസിൽ നിന്നും എടുത്തിരിക്കുന്ന ചോദ്യമാണ്. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽഫബറ്റ് സീരീസിൽ തന്നെ ലെറ്റർ സീരീസ്, അതായത് കണ്ടിന്യൂസ് ആൽഫബറ്റ് സീരീസിൽ നിന്നും എടുത്തിരിക്കുന്ന ചോദ്യമാണ്. ഇവിടെ തന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടാവും അല്ലേ. ഇവിടെ P-EC -PE -CP -EEC ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന വാക്ക്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ലെറ്റേഴ്സ് കോമൺ ആയിട്ട് ഇവിടെ വരുന്നുണ്ടോ നോക്കിക്കേ. പ്രത്യേകിച്ചൊന്നും കോമൺ ആയിട്ട് വരുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഈ തന്നിരിക്കുന്ന ലെറ്റേഴ്സിൻ്റെ കോമ്പിനേഷൻ എവിടെയാണ് റിപ്പീറ്റ് ആവുന്നത് എന്ന് നോക്കുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു EEC കാണാനായിട്ട് പറ്റും. അങ്ങനെയെങ്കിൽ ഇവിടെ E ആണെങ്കിൽ ഇവിടെ അടുത്തതിൽ C തന്നെ ആയിരിക്കണം വന്നിട്ടുണ്ടാവുക. സോ രണ്ടാമത്തെ ഗ്യാപ്പിൽ C വരുന്നത് ആകെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ അത് തന്നെ ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇനി ഇത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ലെറ്റേഴ്സും കൂടി നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ നമുക്ക് ഇവിടേക്ക് P കിട്ടും. അതിനുശേഷം ഇയും ആൻഡ് വീണ്ടും പിയുമാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഫോം ചെയ്തിരിക്കുന്ന സീരീസ് എന്താണ്? P E അതിനുശേഷം C, വീണ്ടും P E C. സോ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സീരീസ്. അപ്പോൾ ഈ സീരീസിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, following figure shows a cube formed by combining smaller blocks. How many of the blocks touch P? ഇവിടെ P എന്ന് പറയുന്ന ബ്ലോക്കിൽ എത്ര ബ്ലോക്സ് ടച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുക? അതാ ഈ ഇമേജ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ബ്ലോക്ക് അല്ലേ. അപ്പോൾ ഇതിൽ എത്ര എണ്ണം ടച്ച് ചെയ്യുന്നുണ്ടാകും? ഡെഫിനറ്റ്ലി ഇവിടെ ഫസ്റ്റത്തെ ഈ റൈറ്റ് സൈഡിൽ ടോപ്പിൽ നിൽക്കുന്നത് ടച്ച് ചെയ്യുന്നുണ്ട്, അതിൻ്റെ തൊട്ടിപ്പുറത്ത് നിൽക്കുന്നത് ടച്ച് ചെയ്യുന്നുണ്ട്, ബാക്കിലുള്ളതും ടച്ച് ചെയ്യുന്നുണ്ട്, അങ്ങനെയെങ്കിൽ അതിൻ്റെ താഴെയുള്ളതും ടച്ച് ചെയ്യുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണം ആയിരിക്കും ഈ ഒരു ബോക്സിനെ ടച്ച് ചെയ്യുന്നുണ്ടാവുക? ഈ P എന്ന് പറയുന്ന ബ്ലോക്കിനെ ഇവിടെ 4 എണ്ണം ടച്ച് ചെയ്യുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ GD കോൺസ്റ്റബിൾ എക്സാംസിലൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യൂബ് ആൻഡ് ഡൈസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ബ്ലോക്ക് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഒക്കെ. ഓക്കെ, അപ്പോൾ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ എക്സാമിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. സെലക്ട് ദ ഫിഗർ വിച്ച് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദി റെസ്റ്റ്. 4 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഡിഫറെൻ്റ് ആയ തന്നിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഫിഗർ ഏതാണ്? ഇതാണ് നമ്മളുടെ ചോദ്യം. അപ്പോൾ വീണ്ടും ഫിഗേഴ്സ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. എല്ലാം ഒരേ ഫിഗർ തന്നെയാണ് അല്ലേ. എന്താ വ്യത്യാസം? ഒരു ട്രയാങ്കിളും സർക്കിളും അടുത്ത ട്രയാങ്കിളും ഒരു പെൻറ്റഗണിൻ്റെ ഉള്ളിലുണ്ട്. എല്ലാത്തിലും അത് തന്നെയാണ്. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാം തന്നെ ഒരു റൊട്ടേഷൻ പോലെയാണ് തോന്നുന്നത്. ഒരു ഫിഗറിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ മറ്റൊരു ഫിഗർ ആവുന്ന രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എല്ലാം തന്നെ കാണാൻ പറ്റുന്നത്. എന്നാൽ ഇത് മാത്രം നോക്കിക്കേ, ഈ ഒരു പാരലോഗ്രാം പോലത്തെ ഷേപ്പിലാണ് എയിലും ബിയിലും ഡിയിലും സർക്കിൾ വന്നിരിക്കുന്നത് അല്ലേ. എന്നാൽ ഇവിടേക്ക് വന്നിരുന്ന സമയത്ത് മാത്രം എന്ത് പറ്റി? അതിൻ്റെ കറക്റ്റ് റൊട്ടേഷനിൽ നമുക്ക് ഇവിടെ ആൻസർ കിട്ടുമോ? ഇല്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഏതെങ്കിലും ഒരു പോർഷൻ നിങ്ങളിവിടെ സെലക്ട് ചെയ്താലും മതി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സർക്കിളുള്ള ആ ഒരു ഏരിയ നിങ്ങളിവിടെ സെലക്ട് ചെയ്യാതെ കരുത്. സോ ഈ സർക്കിളുള്ള ഏരിയനെ നിങ്ങളിങ്ങനെ സെലക്ട് ചെയ്തു. അടുത്തയിലേക്ക് പോയപ്പം അതിനെ തന്നെ നമുക്ക് മുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതും നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടിയതാണ്. എന്നാൽ ഇവിടെ മാത്രം എന്താണ് പറ്റിയിരിക്കുന്നത്?
സിയിൽ മാത്രം അതിൻ്റെ അതേ ഓറിയൻറ്റേഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയല്ല ആ ഫിഗർ വന്നിട്ടുണ്ടാവുക അല്ലേ. ഇത് നേരെ താഴേക്ക് വന്നിരിക്കുന്ന സമയത്ത് ഈ ഒരു ബ്ലോക്ക് ഇപ്പുറത്തെ സൈഡിലേക്കായിരിക്കണം വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ശരിയുത്തരം ഏതാണ്? ബാക്കിയെല്ലാം ഒരേപോലെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടും, എന്നാൽ സി മാത്രം അങ്ങനെയല്ല കിട്ടുന്നത്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഏതായിരിക്കും? ഓപ്ഷൻ നമ്പർ സി ആയിരിക്കും ഈ കൂട്ടത്തിൽ ഡിഫറെൻ്റ് ആയിട്ട് നമുക്കിവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നമ്മുടെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, select the number pair in which the two numbers are related in the same way as are the two numbers of the following number pair. അപ്പോൾ നമുക്കിവിടെ ഒരു നമ്പർ പെയർ തന്നിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? 6ഉം 172ഉമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കുക, എന്നിട്ട് അതേപോലെ തന്നെ വന്നിരിക്കുന്ന റിലേഷൻഷിപ്പ് ഏതിലാണെന്ന് കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? 6നെ വെച്ച് നോക്കുമ്പോൾ 172 എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വലിയ നമ്പറാണ് അല്ലേ. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവുക മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. പക്ഷേ 6ൻ്റെ മൾട്ടിപ്പിൾ ആണോ ഇവിടെ 172? അല്ല, മൾട്ടിപ്പിൾ അല്ല. പിന്നെ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും? വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ കിട്ടുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിക്കേ. 6ൻ്റെ സ്ക്വയറോ ക്യൂബോ എടുത്താലും നമുക്കിവിടെ ആൻസർ കിട്ടുമോ? നമുക്ക് സ്ക്വയർ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ ആയിട്ട് 36 കിട്ടും. ഇനി അതുപോലെ തന്നെ ക്യൂബ് എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ 216 ആണ് കിട്ടുന്നത് അല്ലേ. അതിന് രണ്ടിനെയും ഇവിടേക്ക് കിട്ടില്ല. പക്ഷെ നമ്മുടെ 36ൻ്റെ നേരെ ഡബിൾ ആണ് ഇവിടെ വന്നിരിക്കുന്ന 72. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ 100 + 72 എന്ന് എഴുതാം. ഈ 72 എന്ന് പറയുന്നത് 36ൻ്റെ ഡബിൾ ആണ്, അല്ലെങ്കിൽ 6 സ്ക്വയറിൻ്റെ ഡബിൾ ആണ്. അപ്പോൾ ആ രീതിയിൽ ഇവിടെ ഏതെങ്കിലും നമ്പേഴ്സ് റിലേറ്റഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കിക്കേ. ഇവിടെ 4 ഉണ്ട്. 4ൻ്റെ കൂടെ 4ൻ്റെ സ്ക്വയർ 16, 100 ആഡ് ചെയ്താൽ 116 കിട്ടണം, കിട്ടിയിട്ടില്ല. ഇനി 5ൻ്റെ സ്ക്വയർ എത്രയാണ്? 25 ആണ്. ഇവിടേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കറക്റ്റ് ആൻസർ കിട്ടുന്നുണ്ടോ? ഇല്ല. ഇനി അതേസമയം 8ൻ്റെ കൂടെ നമ്മൾ ഇത് തന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുകയാണെങ്കിലോ, 8ൻ്റെ കൂടെ നമുക്ക് ആൻസർ എത്രയാണ്? 8ൻ്റെ സ്ക്വയർ ആയിട്ട് നമുക്ക് കിട്ടുന്നത് 64 ആണ്. 64ൻ്റെ ഇരട്ടി നമ്മൾ ഇൻറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 128 കിട്ടും. അതിൻ്റെ കൂടെ 100 ആഡ് ചെയ്താൽ ഡെഫിനറ്റ്ലി നമുക്ക് 228 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 116 അല്ല 132 ആണ് വരുന്നത്. എന്തായാലും ആൻസർ വന്നിട്ടില്ല. ഇനി വേണമെങ്കിൽ 9 കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ 9ൻ്റെ സ്ക്വയർ എത്രയാണ്? 81 ആണ്. അതിൻ്റെ ഡബിൾ എടുത്തിട്ടുണ്ടെങ്കിൽ 162 കിട്ടും. അതിൻ്റെ കൂടെ ഒരു 100ഉം കൂടെ കൂടുമ്പോൾ 262 കിട്ടണം. കിട്ടാത്തത് കൊണ്ട് നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരം ഏതായിരിക്കും? ഓപ്ഷൻ നമ്പർ സി ആയിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം എല്ലാവർക്കും വീണ്ടും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നമ്മുടെ ഡിറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസിൽ നിന്നും എടുത്തിരിക്കുന്ന ചോദ്യമാണ്. എന്തായാലും SSC GD കോൺസ്റ്റബിൾ എക്സാമിൽ ഡെഫിനറ്റ് ആയിട്ടും വരുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഡിറക്ഷൻ സെൻസ് എന്ന് പറയുന്നത്. സോ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. Feroz walks down the backside of his house straight 25 meters, then turns to the right and walks 50 meters again. Then he turns towards left and again walks 25 meters. If his house faces to the east, what is his direction from the starting point? അപ്പോൾ ഇദ്ദേഹം ഫിറോസ് എന്ന് പറയുന്ന ഒരാൾ അയാളുടെ വീട്ടിൽ നിന്നും ഇറങ്ങി എവിടേക്കൊക്കെ പോവാണ് അല്ലേ. അപ്പോൾ ഇവിടെ ആദ്യം ഒന്നും ഈ വീടിൻ്റെ ഫേസ് ചെയ്യുന്ന ഡിറക്ഷൻ ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. ലാസ്റ്റ് മാത്രമാണ് ഡിറക്ഷൻ ഏതാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഏത് ഡിറക്ഷനിലാണ് അദ്ദേഹത്തിൻ്റെ വീട് ഫേസ് ചെയ്യുന്നത്? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇദ്ദേഹത്തിൻ്റെ വീട് ഫേസ് ചെയ്യുന്ന ഡിറക്ഷൻ ഈസ്റ്റ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിലൂടെ ഇറങ്ങി പോകുമെന്ന് വെച്ചാൽ അദ്ദേഹം നേരെ വെസ്റ്റിലേക്ക് ഫേസ് ചെയ്തുകൊണ്ടായിരിക്കും ഇറങ്ങി പോയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ചോദ്യം നോക്കാം. ആദ്യം 25 മീറ്റർ സ്ട്രെയിറ്റ് നടന്നു, വീട്ടിൽ നിന്നും ഇറങ്ങി. അതിനുശേഷം ടേൺസ് ടു ദി റൈറ്റ്, നേരെ റൈറ്റ് എടുത്തു, മുകളിലേക്ക് പോയി 50 മീറ്റർ നടന്നു. എന്നിട്ട് വീണ്ടും ലെഫ്റ്റ് എടുത്തു, എന്നിട്ട് 25 മീറ്റർ നടന്നു. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ എവിടെയായിരിക്കും നിൽക്കുന്നുണ്ടാവുക? സോ ഈ ഡിറക്ഷനിൽ നിന്ന് നോക്കുമ്പോൾ അയാൾ എവിടെയായിരിക്കും നിൽക്കുന്നുണ്ടാവുക? ഇതാണ് അദ്ദേഹത്തിൻ്റെ റിക്വയർഡ് ആയിട്ടുള്ള ഡിറക്ഷൻ അല്ലേ. ഇത് ഏതാണ്? നോർത്തിൻ്റെയും വെസ്റ്റിൻ്റെയും ഇടയിലാണ്. സോ നമ്മൾ അതിനെ എന്താ വിളിക്കുക? നമ്മൾ അതിനെ നോർത്ത് വെസ്റ്റ് ഡിറക്ഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരവും ഏത് തന്നെയായിരിക്കും? ഈ നോർത്ത് വെസ്റ്റ് ഡിറക്ഷൻ തന്നെയായിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഈ ചോദ്യവും എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഈസി ആയിട്ട് സോൾവ് ചെയ്യുന്ന ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. Select the option that is related to the third term on the same basis as the second term is related to the first term.
എംബ്രോയ്ഡറി ഈസ് ടു ക്ലോത്ത് ആസ് ഇൻ പെയിൻറ്റിങ് ഇസ് ടു ഡാഷ്. എംബ്രോയ്ഡറി ക്ലോത്തുമായി എങ്ങനെ റിലേറ്റഡ് ആയിട്ടുണ്ടോ അതുപോലെ പെയിൻറ്റിങ് ഏതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റുക? എംബ്രോയ്ഡറിയും ക്ലോത്തും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? എംബ്രോയ്ഡറി നമ്മൾ ചെയ്യുന്നത് ക്ലോത്തിലാണ്, അതുപോലെ പെയിൻറ്റിങ് നമ്മൾ എന്തിലാണ് ചെയ്യുക? ബ്രഷിലാണോ? അല്ല, ബ്രഷ് കൊണ്ട്. ഓയിലിലാണോ? ഓയിൽ കൊണ്ട്. കളേഴ്സിലാണോ? അല്ല, കളേഴ്സ് കൊണ്ട്. നമ്മൾ ചെയ്യുന്നത് ക്യാൻവാസിലാണ്. സോ ഓപ്ഷൻ നമ്പർ ഡിയിലുള്ള ക്യാൻവാസ് ആണ് ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്കിവിടേക്ക് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ചോദ്യമാണ്. ആഫ്റ്റർ റിട്ടേണിംഗ് ഫ്രം ദി മാർക്കറ്റ്, Meena told her mother that every vegetable she brought was a green vegetable and she bought each and every green vegetable that was available in the shop. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന ലോജിക്കൽ കൺക്ലൂഷൻ ഏതാണെന്ന് കണ്ടെത്തണം. ഇതാണ് നമ്മുടെ ചോദ്യം കേട്ടോ. സോ മാർക്കറ്റിൽ നിന്ന് വന്നതിന് ശേഷം മീന അമ്മയോട് പറഞ്ഞു, മീന വാങ്ങിച്ചതെല്ലാം തന്നെ ഒരു പച്ചക്കറിയാണ്, അല്ലെങ്കിൽ ഗ്രീൻ വെജിറ്റബിൾ ആണ്. ആൻഡ് ഷോപ്പിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ ഗ്രീൻ വെജിറ്റബിളും മീന വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കൺക്ലൂഷൻ, ദ ഷോപ്പ് ഹാഡ് ഓൺലി ഗ്രീൻ വെജിറ്റബിൾസ്. മീന വാങ്ങിച്ചതെല്ലാം പച്ച കളർ കറിയാണ് പച്ച കളർ വെജിറ്റബിൾ ആയതുകൊണ്ട് തന്നെ അവിടെ പച്ച കളർ വെജിറ്റബിൾ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. സോ ഡെഫിനറ്റ്ലി ഇത് തെറ്റ്. among the vegetables that were available in the shop, only green ones were fresh. ആ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന പച്ചക്കറികളിൽ പച്ച കളറുള്ള വെജിറ്റബിൾസ് മാത്രമായിരുന്നു ഫ്രഷ് ആയിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതും ഔട്ട് ഓഫ് ദ ബോക്സ്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഇറലവൻറ്റ്. മീന ബോട്ട് ഓൾ ദ വെജിറ്റബിൾസ് ദാറ്റ് were available in the shop. ആ ഷോപ്പിൽ കിട്ടാവുന്ന എല്ലാ വെജിറ്റബിൾസും മീന വാങ്ങിക്കൊണ്ട് വന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പച്ച കളറുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. മീന ബോട്ട് നോ അതർ വെജിറ്റബിൾ ബിസൈഡ്സ് ദി വൺ ദാറ്റ് വർ ഗ്രീൻ. പച്ച കളർ അല്ലാതെ വേറെ ഒന്നും മീന എടുത്തിട്ടില്ല. ഡെഫിനറ്റ്ലി ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതും അത് തന്നെയാണ്. ഗ്രീൻ കളർ അല്ലാത്ത വെജിറ്റബിൾസ് അല്ലാതെ ഒന്നും തന്നെ മീന ഇവിടെ സെലക്ട് ചെയ്തിട്ടില്ല. സോ ഡെഫിനറ്റ്ലി ഓപ്ഷൻ നമ്പർ ഡി ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, അപ്പോൾ ഡി ആണ് ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരമായിട്ട് നമുക്കിവിടേക്ക് വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, in this question a square transparent sheet with a pattern is given. Figure out how the pattern would appear when the transparent sheet is folded at the dotted line, then choose the correct answer from the given alternatives. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പേപ്പർ ഫോൾഡിങ്ങിൻ്റെ ചോദ്യമാണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഓഫ് പേപ്പർ ഡോട്ടഡ് ലൈൻ സെൻറ്ററിലുണ്ട്, അതിലൂടെ ഫോൾഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഏത് സൈഡിലേക്കാണ് ഫോൾഡ് ചെയ്യണത്? വലതുവശത്തേക്കാണ് ഫോൾഡ് ചെയ്യുന്നത് അല്ലേ? ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ അത് കാണാൻ എങ്ങനെ ഉണ്ടാകും? സിമ്പിൾ ചോദ്യമാണ്. ഇവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഏത് സൈഡിലേക്കാണോ ഫോൾഡ് ചെയ്യുന്നത് അവിടെയുള്ള ആ ഒരു ഡയഗ്രാം അതേപോലെ തന്നെ നിൽക്കണം അല്ലേ? അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ എന്തായാലും വരണം. അത് ഈ ഡയഗ്രാമിലുണ്ട്, ഇവിടെ അതിങ്ങനെ തന്നെ വന്നിട്ടുണ്ടോ? ഇല്ല. സോ ഈ ഡയഗ്രാം തെറ്റ്. ഈ ഡയഗ്രാമിൽ കുഴപ്പമില്ല, അടുത്ത ഡയഗ്രാമിലും വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുക? ഏത് സൈഡിലേക്കാണോ മടക്കുന്നത് അവിടെ മിറർ ഇമേജ് ഫോം ആവും അല്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും മിറർ ഇമേജ് വരിക, അല്ലാതെ നേരെ മുകളിലേക്ക് പോവുമോ? ഇല്ല, തെറ്റ്. ഇത് ഒറ്റ ലൈനായിട്ട് വരുമോ? ഇല്ല, തെറ്റ്. സോ ഇതേപോലെ നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സ്ഥലത്തേക്ക് അതിൻ്റെ മിറർ ഇമേജ് പോലെ ആയിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരം ഏതായിരിക്കും? നമ്മൾ ഇവിടെ ലാസ്റ്റ് കണ്ടിരിക്കുന്ന ഓപ്ഷൻ നമ്പർ ഡി ആയിരിക്കും ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്കിവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം നോക്കാം. ഐഡൻറ്റിഫൈ ദി റോങ് നമ്പർ ഇൻ ദി ഫോളോയിങ് സീരീസ്. ഈ തന്നിരിക്കുന്ന സീരീസിൽ തെറ്റായ ടേം ഏതാണെന്ന് കണ്ടെത്തുക. 14, 28, 31, 62, 129, 744 അല്ലെ 774. ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? അപ്പോൾ ഇത് 14 നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് പോകുന്ന ഒരു സീരീസാണ്. സോ 3 ഡിജിറ്റ് ഉള്ള നമ്പർ വരെ ഇൻക്രീസ് ചെയ്ത് പോകുന്ന ഒരു സീരീസാണ്. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ റാപ്പിഡ്ലി ഇൻക്രീസിങ് സീരീസ് എന്ന് പറയാം അല്ലേ? ഇത് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്തു പോകുന്ന ഒരു സീരീസാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ്റെ ലോജിക് ആയിരിക്കണം. അതിനാണ് സാധ്യത കൂടുതൽ അല്ലേ? അപ്പോൾ വിത്ത് റെസ്പെക്ട് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഇവിടെ 14 ഉണ്ട്, 28 ഉണ്ട്, 31 ഉണ്ട്, 62 ഉണ്ട്, 129 ഉണ്ട്, 774 ഉണ്ട്. സോ വിത്ത് റെസ്പെക്ട് മൾട്ടിപ്ലിക്കേഷൻ നമുക്കിതൊന്ന് ചെയ്ത് നോക്കിയാലോ? ഇവിടെ എത്രയാണ് കിട്ടുന്നത്? നേരെ ഡബിൾ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഇത് മൾട്ടിപ്പിൾ അല്ല, ഇവിടെ +3 നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്തതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 31ഉം 62ഉം ഇൻറ്റു 2 ആണ് വരുന്നത്. ഇനി ഇവിടേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? 62ഉം അതിനുശേഷം ഇവിടേക്ക് 129ഉമാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഇത് നമുക്ക് മൾട്ടിപ്പിൾ ആണെന്ന് പറയാൻ പറ്റുമോ?
ഇനി ഇവിടെ ഇൻറ്റു 2 കഴിഞ്ഞ് ഇവിടേക്ക് ഇൻറ്റു 2 ആണ് വരുന്നതെങ്കിൽ ഏത് വരണം? 124 വരണം അല്ലേ? ഇനി 124 ആണ് ഇവിടേക്ക് വരുന്നതെങ്കിൽ അവിടെ നിന്നും നമ്മുടെ 774ലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഏത് ലോജിക് ആയിരിക്കും നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റുക? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്കിവിടെ 2 കിട്ടി, 3 കിട്ടി. ഇനി ഇവിടെ നമുക്ക് 129 എന്നതിന് ഈ 62ന് പകരം വേറെ ഏതെങ്കിലും നമ്പർ ആയിരുന്നെങ്കിൽ ഇവിടെ കറക്റ്റ് ആയിട്ട് വരുമായിരുന്നു. അല്ലെങ്കിൽ 129ഉം 774ഉം തമ്മിലുള്ള റിലേഷൻഷിപ്പ് ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. ഈ 129 ഇൻറ്റു 6 ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് 774 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് നമുക്ക് ഇൻറ്റു 6 വരുന്നുണ്ട്. ഇവിടെ 2 ഉണ്ട്, 3 ഉണ്ട്. അപ്പോൾ 4ഉം 5ഉം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കറക്റ്റായിട്ട് ഈ 6ഉം ഫൈനലി ഇവിടേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും അല്ലേ? അപ്പോൾ ഇവിടെ 62ന് പകരം ഇവിടെ ഇൻറ്റു 2ന് പകരം ഇവിടെ നമുക്ക് 4ൻ്റെ എന്തെങ്കിലും ഒരു ലോജിക്ക് കിട്ടണമായിരുന്നു. ഓക്കെ, അപ്പോൾ 4ൻ്റെ ലോജിക്ക് നമുക്കിപ്പം എങ്ങനെയാണ് എടുക്കാൻ പറ്റുക? ഇവിടെ ആദ്യം നമുക്ക് ഇൻറ്റു 2 അതിനുശേഷം പ്ലസ് ചെയ്തു അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഇൻറ്റു 4 ചെയ്യാൻ പറ്റുമായിരുന്നു അല്ല? ഇൻറ്റു 4 ചെയ്ത് നോക്കിക്കേ. 31ൻ്റെ കൂടെ ഇൻറ്റു 4 ചെയ്താൽ 124 കിട്ടും. സോ 124 കിട്ടി. എന്നിട്ട് നമുക്കിവിടേക്ക് +5 ചെയ്യുകയാണെങ്കിൽ 129 കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത്? നമ്മളിവിടെ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് 2, 3, 4, 5. പക്ഷേ ആദ്യം ഇൻറ്റു പിന്നെ പ്ലസ്, ഇൻറ്റു പിന്നെ പ്ലസ്, പിന്നെ ഇൻറ്റു. അപ്പോൾ നമ്മളിത് ഫൈനലൈസ് ചെയ്യുന്നത് ഏത് ലോജിക്ക് വെച്ചിട്ടാണ്? ഈ അവസാനത്തെ ടേം വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കൂട്ടത്തിൽ തെറ്റായിട്ടുള്ള ടേം ആയിട്ട് വരുന്നത് ഏതാണ്? 62 ആണ്. പകരം 124 വരണമായിരുന്നു. സോ ഓപ്ഷൻ നമ്പർ എ ആണ് ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്കിവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ നെക്സ്റ്റ് ഫിഗർ ഫ്രം ദി ഫോളോയിങ് സീരീസ്. അപ്പോൾ അടുത്ത ഫിഗർ ഏതാണെന്ന് കണ്ടെത്തണം. ഇതാണ് നമ്മുടെ ചോദ്യം. എങ്ങനെ സോൾവ് ചെയ്യും? നടുക്കൊരു സ്ക്വയർ എല്ലായിടത്തും ഉണ്ട്, ഒരു ഇൻറ്റു മാർക്ക് എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു നമ്മുടെ കാറ്റാടിയില്ലേ, പമ്പരം പോലത്തെ ആ ഒരു ഷേപ്പ് ഓരോന്നിലും കുറഞ്ഞു വരുന്നു. രണ്ടാമത്തെ ഫിഗറിലേക്ക് പോയി കഴിയുമ്പോൾ ടോപ്പ് ഇവിടെ ലെഫ്റ്റിൽ നിന്ന് ഒരെണ്ണം പോയി, അടുത്തയിലേക്ക് എത്തിയപ്പോൾ അതിൻ്റെ അടുത്തേയും പോയി, അടുത്തയിലേക്ക് എത്തിയപ്പോൾ അതിൻ്റെ അടുത്തേയും പോയി. അപ്പോൾ ഇനി അവസാനം വരുന്നതിൽ ഏത് ഉണ്ടാവാൻ പാടുള്ളൂ? ഇത് ഒന്നും ഉണ്ടാവാൻ പാടില്ല അല്ലേ? സോ അങ്ങനെ ഒന്നും ഇല്ലാത്തത് ഏതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നത്? ബിയിലാണുള്ളത്. സോ ഡെഫിനറ്റ്ലി ഓപ്ഷൻ നമ്പർ ബിയിലുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഇത് ഇങ്ങനെ ഇൻവിസിബിൾ ആയത് ആദ്യം ഇവിടെ പോയി, അടുത്തതിലേക്ക് വന്നപ്പോൾ ഇവിടെയും പോയി, ഇവിടെ അടുത്തതിൽ വന്നപ്പോൾ 1, 2, 3 പോയി. അപ്പോൾ അടുത്തതിൽ ബാക്കിയെല്ലാം ഇൻവിസിബിൾ ആവണം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വീണ is older than Seema. Aarti is older than Veena but younger than Kim. Kim is older than Seema. Seema is younger than Aarti and Hina is oldest. Who is the youngest? ഇതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ തന്നിരിക്കുന്ന ആൾക്കാരെ അവരുടെ പ്രായം അനുസരിച്ച് അറേഞ്ച്മെൻറ്റ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഫസ്റ്റ് തന്നിരിക്കുന്നു വീണ ഈസ് ഓൾഡർ ദാൻ സീമ, ആർത്തി ഈസ് ഓൾഡർ ദാൻ വീണ. സോ ആർത്തി ഗ്രേറ്റർ ദാൻ വീണ ബട്ട് യങ്ങർ. അപ്പോൾ ബട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയായിരിക്കും? ഫസ്റ്റ് പേഴ്സണെ അല്ലേ? ബട്ട് ആർത്തി ഈസ് യങ്ങർ ദാൻ കിം. സോ കിമ്മിനെക്കാളും പ്രായം കുറവാണ് ഈ ആർത്തിക്ക്. നെക്സ്റ്റ് നമുക്കിവിടെ തന്നിരിക്കുന്നു കിം ഇസ് ഓൾഡർ ദാൻ സീമ. അത് നമുക്ക് ഓൾറെഡി അറിയാം. സീമ ഇസ് യങ്ങർ ദാൻ ആർത്തി ആൻഡ് ഹീന ഇസ് ദി ഓൾഡസ്റ്റ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും ഓൾഡ് ആരാണ്? ഹീനയാണ് എന്നും തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് ഏറ്റവും ഓൾഡ് ആയിട്ടുള്ള ആളാണോ? അല്ല, ഏറ്റവും യങ് ആയിട്ടുള്ള ആളാണ്. അതാരാണ്? സീമയാണ്. സോ ഓപ്ഷൻ നമ്പർ ബിയിലുള്ള സീമയാണ് ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരമായിട്ട് നമുക്കിവിടേക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതും എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ഇനിയും ധാരാളം നമ്മുടെ ചാനലിലൂടെ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ അതുകൊണ്ട് മാത്രം പോരാല്ലോ. നിങ്ങൾക്കറിയാം ഓൾമോസ്റ്റ് 40,000 വേക്കൻസീസ് ആണ് SSC GD കോൺസ്റ്റബിൾ എക്സാമിൽ ഇവിടെ അനൗൺസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി അതിൽ തന്നെ നിങ്ങൾക്കറിയാം ഫസ്റ്റത്തെ ലെവൽ എക്സാം, അതായത് നമ്മുടെ റിട്ടേൺ എക്സാമിനേഷൻ്റെ സ്കോർ അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാൻ പോകുന്നതും. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ബേസിക്സ് തൊട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. നമ്മുടെ SSC GD കോൺസ്റ്റബിൾ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഇതിന് വേണ്ടി മാത്രം വന്നിരിക്കുന്ന ഒരു ബാച്ച് നമ്മുടെ എൻട്രി ആപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാച്ചിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാകും. അതിൽ ഫില്ല് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സ് എന്താണെന്ന് വെച്ചാൽ ചോദിക്കാം. അല്ലെങ്കിൽ കോഴ്സിൽ എങ്ങനെ ജോയിൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് അതിലൂടെ തന്നെ അറിയാൻ പറ്റും. ഇനി അതുകൂടാതെ തന്നെ SSC GD കോൺസ്റ്റബിൾ എക്സാമിനേഷൻ്റെ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. ഓക്കെ,
അപ്പോൾ നമ്മുടെ ഷോർട്ട് ക്വസ്റ്റ്യൻസിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയും തുടരെ നമ്മുടെ സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ നമ്മൾ എഴുതി അറിയിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു സീരീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.